തിരുവനന്തപുരത്ത് പ്രകൃതി അറിഞ്ഞു സമ്മാനിച്ച ചിലയിടങ്ങളുണ്ട്. ആഘോഷിക്കപ്പെട്ടതും ആരാലും ശ്രദ്ധിക്കപ്പെടാത്തതുമായ സൗന്ദര്യം കൊണ്ട് മത്തുപിടിപ്പിക്കുന്ന ഇടങ്ങൾ അനവധിയാണ്. അങ്ങനെ ഒരു സ്ഥലമാണ് കാളിമല. സാക്ഷാൽ മാർത്താണ്ഡവർമ്മയ്ക്ക് അഭയം നൽകിയ കാളിമല പ്രാചീനതയും വിശ്വാസവും പ്രകൃതി സൗന്ദര്യവും ഇടകലർന്ന ഇടതൂർന്ന കാളിമലയുടെ വിശേഷങ്ങൾ തേടിയാണ് നമ്മുടെ അടുത്ത യാത്ര. കാളിമലയിൽ നിന്ന് ഹരികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നഗരത്തിരക്കുകളിൽ നിന്നൊക്കെ അല്പസമയം മാറി ചിലവഴിക്കാൻ പറ്റിയ പ്രകൃതിയുടെ ഒരു അത്ഭുതത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. കാടിൻ്റെ മനോഹാരിതയും തണുപ്പും കാട്ടുജീവികളുടെ ചെലപ്പും കാട്ടുചോലകളുടെ ഭംഗിയും ആസ്വദിക്കാൻ പറ്റിയ ഒരിടത്തേക്ക്. കാളിമല പരന്നൊഴുകുന്ന കോടമഞ്ഞ് മലനിരകളിൽ നിന്ന് മലനിരകളിലേക്കും പച്ചപ്പിലേക്കും ആഴത്തിൽ വേരുനാട്ടിയ മരങ്ങളിലേക്കും മലയെ പുതച്ചുറങ്ങുന്ന അണക്കെട്ടുകളിലേക്കും കിനിഞ്ഞിറങ്ങുന്ന സൗന്ദര്യഭൂമി. പ്രാചീനതയുടെയും ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മടിത്തട്ട്, ചരിത്രമുറങ്ങുന്ന മണ്ണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3000-ലധികം അടി ഉയരത്തിൽ സഹ്യന്റെ മടിത്തട്ടിലാണ് കാളിമല അനന്തശയനത്തിലിരിക്കുന്നത്. അവിടേക്കെത്തണമെങ്കിൽ കാട്ടുവഴികളിലൂടെയാകണം യാത്ര. എന്നു പറഞ്ഞാൽ അവിടേക്കെത്തണമെങ്കിൽ നടന്നു പോകണമെന്ന് സാരം. തൽക്കാലം അവിടേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 കിലോമീറ്റർ കയറ്റം അത് സഞ്ചരിച്ചാൽ മലയിലെത്താം. കേരള തമിഴ്നാട് അതിർത്തിയിൽ സഖ്യപർവ്വതത്തിന്റെ ഭാഗമായ വരമ്പതി മലയിലാണ് കാളിമലയുള്ളത്. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, കയറിച്ചെല്ലാൻ അത്ര എളുപ്പമല്ലാത്തൊരിടം. അതിരാവിലെ സൂര്യന്റെ പൊൻകിരണമേറ്റ് ട്രെക്കിംഗ് ആരംഭിക്കുന്ന രീതിയിലാകണം ഇവിടെ എത്താൻ. ഓഫ് റോഡ് യാത്ര ഇഷ്ടമുള്ളവർക്ക് ബൈക്കിലോ ജീപ്പിലോ യാത്ര ചെയ്യാനുള്ള വഴിയാണെങ്കിലും നിലവിൽ അത് സാധ്യമല്ല. ഈ കാട്ടുവഴികളിലൂടെ ഇങ്ങനെ മല കയറുമ്പോൾ ക്ഷീണം തോന്നാം. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ വഴിയരികിൽ കടകളൊന്നുമില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും കയ്യിൽ കരുതണം. മല കയറി ക്ഷീണിച്ചങ്ങ് മലയുടെ തൊട്ടു താഴെയെത്തുമ്പോൾ ഒരു ചെറിയ കട കാണാം. സഞ്ചാരികൾക്ക് ആശ്വാസമായി മനോഹരേട്ടന്റെ നാരങ്ങാവെള്ളം കട. 30 വർഷത്തെ മലയുടെ കാവൽക്കാരൻ. ഡെയിലി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ശനി ഞായറൊക്കെ ആകുമ്പോൾ ആൾക്കാർ കൂടും. പല ഭാഗത്തു നിന്നും വരും. കൊല്ലം, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്രയിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് അതൊക്കെ പല ആൾക്കാരും വരും. ഇതിന് യഥാർത്ഥ പേര് വരമ്പതി ശാസ്താവ് അയ്യപ്പൻ്റെയാണ്. പിന്നെ രണ്ടാമത് ദേവി വിഗ്രഹം കൊണ്ടുവച്ച് പമ്പത്ത് കാളിമല ആയി. സാധനം നമ്മൾ ചുവന്നുകൊണ്ടും വരും. ഉത്സവ സമയത്തൊക്കെ വണ്ടിയെ കൊണ്ടുവരും. ഞാനിപ്പോൾ നിൽക്കുന്നത് കാളിമലയുടെ ഏറ്റവും ടോപ്പിൽ. സഖ്യപർവ്വതത്തിലെ വനമ്പതി മലനിരയ്ക്ക് പ്രകൃതി നൽകിയ സമ്മാനം. ഇവിടെ നിന്ന് നോക്കിയാൽ തൊട്ടപ്പുറത്ത് കുരിശുമല കാണാം. കുരിശുമലയും കാളിമലയും സഹോദരങ്ങളെപ്പോലെ തൊട്ടുരുമ്മി നിൽക്കുന്നു. ഈ മലകളെ പുതച്ചുറങ്ങുന്ന നെയ്യാർ, ചിറ്റാർ, പേച്ചിപ്പാറ ഡാമുകൾ. ആ ഡാമുകളിലേക്ക് കോട
ങ്ങളിലേക്കും മഞ്ഞ് കിനിഞ്ഞിറങ്ങുന്ന കാഴ്ചാ വൈഭവം. ഇവിടെ ഞാനിപ്പോൾ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം ഇത്രയും കോടയും എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വളരെ രസമായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ലോണം കോടയുണ്ട്. പൊന്മുടിയെക്കാട്ടിയൊക്കെ നല്ല കോടയുണ്ട്. നല്ല കാറ്റ്. അടിപൊളിയാണ്. സൂപ്പർ. ഇവിടുന്ന് ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ കോടയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കാളിമലക്ക് തന്നെ വരണം. കാളിമലയിൽ മറ്റൊരു സർപ്രൈസ് ഉണ്ട്. പ്രാചീന കാലത്തെങ്ങോ നിർമ്മിച്ച ഒരു ദ്രാവിഡ ക്ഷേത്രം, ഭദ്രകാളി ആരാധനാമൂർത്തിയായ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് തിരുവനന്തപുരത്തിന്റെ ചരിത്രവുമായും പുരാണ ഇതിഹാസങ്ങളുമായും അഭേദ്യമായ ബന്ധമുണ്ട്. മലനിരകൾക്ക് മുകളിൽ ആകാശത്തെ ധ്യാനിച്ചാണ് ക്ഷേത്രത്തിന്റെ നിൽപ്പ്. ചിത്രപൗർണമി നാളിലെ പൊങ്കാല സവിശേഷം. അഗസ്ത്യമുനി തപസ്സിരുന്ന പാറയിൽ കാലങ്ങൾക്ക് ശേഷം ക്ഷേത്രമുണ്ടായെന്നാണ് ഐതിഹ്യം. മുനി തപസ്സനുഷ്ഠിച്ചിരുന്ന സ്ഥലത്ത് സർപ്പം കല്ലായി കിടക്കുന്നുവെന്ന് വിശ്വാസം. ചരിത്രത്തിലേക്കെത്തിയാൽ എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആക്രമണം ഭയന്ന് മാർത്താണ്ഡവർമ്മ മലയിലെത്തിയെന്നും ആറുകാണിയിലെ ആദിവാസി ജനത അഭയം നൽകിയെന്നും കഥ. ഇതിന് പ്രത്യുപകാരമായി കരമൊഴിവാക്കി 600 ഏക്കർ അഭയം നൽകിയവർക്ക് പതിച്ചു നൽകിയെന്ന് ചരിത്രം. പക്ഷേ ഇന്നീ ഭൂമിയുടെ അവകാശികൾ പട്ടയം ലഭിച്ച ജനതയല്ല. വിശ്വാസത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടു അധികൃതർ. കാളിമലയിലെ മറ്റൊരു പ്രത്യേകത കാളി തീർത്ഥമാണ്. മലമുകളിൽ നിന്നും രൂപം കൊണ്ട വറ്റാത്തുറവ. കൊടും വേനലിൽ പോലും വെള്ളമുണ്ടാകും കാളി തീർത്ഥത്തിൽ. ഗംഗാതീർത്ഥം പോലെ പവിത്രമെന്ന് വിശ്വസിക്കുന്നു വിശ്വാസികൾ. പ്രകൃതി ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട് കാളിമലയിൽ. ഒരിക്കലെങ്കിലും ഇവിടെ എത്തണം. ഈ സാഹസിക യാത്ര ആസ്വദിക്കണം. കാളിയെ കാണണം. മഞ്ഞും മഴയും കാറ്റും വെയിലും അങ്ങനെ ഋതുക്കളുടെ സംഗമം അനുഭവിക്കണം. ക്യാമറാമാൻ ജിനു എസ് രാജനും യദുവിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. ശരിക്കും കൊതിപ്പിക്കുന്ന ഒരു സ്പോട്ടാണത്. കാണുമ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ പൊന്മുടിയാണ് നമ്മുടെ ഒരു ഹൈക്കിംഗ്, ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു മഞ്ഞ് കോട എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ അതല്ല കാളിമല. അതിനേക്കാൾ ഭംഗിയാണെന്ന് അവിടെ എത്തിയ സന്ദർശകർ തന്നെ പറയുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് കാളിമല കൂടി കാണണം. പൊന്മുടി പോലെ തന്നെ അല്ലെങ്കിൽ പൊന്മുടിയേക്കാൾ മനോഹരമായ ദൃശ്യങ്ങളാണോ എന്ന് കണ്ടു തന്നെ അറിയാം.